അതേസമയം എൻ്റെ കൂട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല. എന്തുകൊണ്ട് ബ്രദറെ? പ്രൈസ് ദി ലോർഡ്. കേട്ടാൽ തന്നെ ഓടാൻ തോന്നും. സ്തോത്രം. സൗമ്യത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പൈതലെ, നിങ്ങളെ വിളിച്ചു വേർതിരിച്ച നാൾ മുതൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ എങ്ങനെയായിരിക്കുന്നു, ഹൗ ദി അതേഴ്സ് ആർ റീഡിങ് യു, വെദർ യു ആർ എ ന്യൂസ് പേപ്പർ ഫോർ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന ഈ മനോഹര സെമിനാറിനെ ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർക്കുവാൻ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച കർത്താവിൻ്റെ ദാസൻ സജോഷ്, പാസ്റ്റർ എബി എബ്രഹാം, അതുപോലെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് അബു ജോൺ, എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന കർത്താവിൻ്റെ ദാസന്മാർ, പാസ്റ്റർ ആൻഡ്രൂസ്, പാസ്റ്റർ സൈമൺ പാസ്റ്റർ, അതുപോലെ മറ്റുള്ള സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ ദൈവദാസന്മാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത വണ്ണം കർത്താവിന് വേണ്ടി പറയുവാൻ ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഒരുമിച്ച് ഈ ഷാർജ പ്രദേശത്ത് ഇങ്ങനെ ആയിരിക്കുമ്പോൾ സഭാ വ്യത്യാസം കൂടാതെ ഏക മനസ്സോട് കടന്നു വന്ന് ഒരു ബൈബിൾ കോളേജ് ATA അംഗീകാരമുള്ളതും വേൾഡ് ചർച്ച് ഓഫ് ഗോഡ് വേൾഡ് മിഷന്റെ ഗ്രേഡ് ലെവൽ 4ന്റെ അക്രഡിറ്റേഷനുമുള്ളതുമായ ലോകപ്രസിദ്ധമായ ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരി ഉള്ളപ്പോൾ മുമ്പേ സൈമൺ പാസ്റ്റർ ചോദിച്ചതുപോലെ എന്തിനി ഒരു ട്രെയിനിങ് സെന്റർ എന്ന് ചിന്തിക്കുകയല്ല, മറിച്ച് ഇനിയും 10 ട്രെയിനിങ് സെന്ററിന് സമയം ചോദിച്ചാലും ഉണ്ടെങ്കിൽ ഞാനത് കൊടുക്കും. അത് ഇവിടെ നടത്തുവാൻ അത് ഇടയാകും. ദൈവത്തിൻ്റെ പൈതലെ, അപ്പോൾ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആര് കുത്തിയാലും അരി വെളുത്താൽ മതി എന്നുള്ളത്. നമ്മുടെ കർത്താവിന് വേണ്ടി വേലക്കാരെ അയക്കുവാൻ മനസ്സോടെ അതിൻ്റെ പിൻപിൽ പ്രവർത്തിപ്പാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഈ ദൈവഭക്തന്മാരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങളെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഈ സെമിനാറിനെ അടിയങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങളാൽ ഇതിനെ അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കി അടിയങ്ങൾക്ക് ഭക്ഷിപ്പാൻ പങ്കിട്ട് തരണമേ. ഇത് ഷാർജയിൽ കർത്താവേ അനേകരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ച് അത് അങ്ങയ്ക്ക് വേണ്ടി വളരെയധികം ഫലം കായ്പാൻ അങ്ങിടയാക്കുമാറാകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സെമിനാറിനെ അങ്ങയുടെ കരങ്ങളിൽ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തിരുക്കരം വച്ച് അനുഗ്രഹിച്ചിരിക്കയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. എല്ലാവരും ഇരുന്നാട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടുത്തതായിട്ട് തീം പ്രസന്റേഷന് വേണ്ടി റവറൻഡ് ആൻഡ്രൂസ് ഇ വർഗീസിനെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല രാത്രിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണ മീറ്റിങ്ങിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സെമിനാറായിട്ട് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, ഇവിടെ എൻ്റെ മുമ്പിലായിരിക്കുന്ന ഓഡിയൻസ്, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവും വന്ദനവും ഇന്ന് രാത്രി അറിയിക്കുകയും ചെയ്യട്ടെ. ഒരു പെന്തക്കോസ്റ്റൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുവാൻ അല്ല ഇന്ന് രാത്രി ഞാൻ താല്പര്യപ്പെടുന്നത്. Let us have a global Christian perspective tonight. അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ നാം ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്ന വിഷയത്തിൻ്റെ ആഴം, അതിൻ്റെ ഗൗരവം എത്രയുള്ളതാണ് എന്ന് ഇന്ന് രാത്രി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഇതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സൈമൺ, അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ K.O. മാത്യു, പാപ്പച്ചാനുമായിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 34 ഇയേഴ്സിൻ്റെ പരിചയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങളൊക്കെ പ്രോമിസിങ് യങ്സ്റ്റേഴ്സായിട്ട് യൂത്ത് ഏരിയയിലൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയ കാലഘട്ടം മുതൽ ഈ വാത്സല്യ കർത്താവിൻ്റെ ദാസനെ അറിയാം. ദൈവം അദ്ദേഹത്തിലൂടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇന്ന് രാത്രി പ്രധാനമായി ഈ വിഷയം സംസാരിച്ച് അവസാനിപ്പിക്കേണ്ട ആൾ
മോഡറേറ്റ് എക്സ്പ്ലനേഷൻ നൽകി തരേണ്ടയാൾ ഇവാഞ്ചലിസ്റ്റ് എബി എബ്രഹാം. ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സെമിനാരിയിൽ പഠിക്കുവാൻ അവസരമുണ്ടായതാണ്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈസ് മൈ ജൂനിയർ. ആ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ. എനിക്ക് പരിചിതമായ മുഖങ്ങൾ അനേകം ഈ സദസ്സിലുണ്ട്. അവരെല്ലാവരെയും ഓർക്കുന്നു. പ്രതികാൽ ഹെബ്രോൻ ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഗാഡ് മുസഫയുടെ ആശംസകളും ഗ്രീറ്റിങ്സും ഇന്ന് രാത്രി നിങ്ങളെ അറിയിക്കട്ടെ. സാധാരണ നമ്മുടെ മീറ്റിങ്ങുകളിൽ സംഭവിക്കുന്ന ഒരബദ്ധം ഈ മീറ്റിങ്ങിലും ഉണ്ട്. ഞാൻ തുറന്ന് പറയുന്നതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, നമുക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ വളരെ സമയം കുറവാണ്. എനിക്ക് കിട്ടിയിരിക്കുന്ന നോട്ടീസ് അനുസരിച്ച് 10:30 വരെയാണ് മീറ്റിംഗ് ഉള്ളത്, അല്ലേ? എത്ര സമയമുണ്ട് ഇനി? 45 മിനിറ്റ്സ്. ഈ 45 മിനിറ്റ്സ് കൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട വിഷയ അവതരണവും അതിൻ്റെ മോഡറേറ്റ് എക്സ്പ്ലനേഷൻസും എല്ലാം നടക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് ഒരുമിച്ച് ഓടി നോക്കാം. പ്രൈസ് ദി ലോർഡ്. So as I said, let's have a global Christian perspective. We are no more Malayalis. We are not from India. We are Christians. Can you come with me? We are Christians. We are no more Pentecostals for at least another 1 hour. കാരണം ഒരു പെന്തക്കോസ്റ്റൽ സബ്ജക്റ്റ് അല്ല നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ക്രിസ്ത്യൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ക്രിസ്ത്യൻസ് അക്രോസ് ദ ഗ്ലോബ്. ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനികൾ ഫേസ് ചെയ്യുന്ന, ചർച്ച് ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ കുറിച്ചാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് വിഷയം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഞാൻ വിഷയം അവതരിപ്പിക്കും. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്ന് രാത്രി എൻ്റെ മുമ്പിൽ സമയമില്ല എന്നെനിക്കറിയാം. ഇനിയുള്ള ബാക്കിയുള്ള സമയത്തിൻ്റെ ഭൂരിഭാഗവും കർത്താവിൻ്റെ ദാസൻ നബിക്ക് നൽകണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ കയ്യിൽ നോട്ട് പുസ്തകവും പേനയും ഒക്കെ ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ഞാൻ ചിന്തിച്ച, എനിക്കിങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്ത, എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ചില ചലഞ്ചസ് നമ്മൾ ഒരുമിച്ച് പോയിൻ്റായിട്ട് ഞാൻ പറയുകയാണ്. വേണമെങ്കിൽ ഇനി ഒരു സെമിനാറോട് വായിക്കാം ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും വലിയൊരു ചലഞ്ചാണ് ക്രിസ്ത്യാനികൾ ഫേസ് ചെയ്യുന്ന, ക്രിസ്ത്യൻ സഭകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ് അപ്പതി എന്ന് പറയുന്ന ചലഞ്ച്. അപ്പതി എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ലാക്ക് ഓഫ് കൺസേൺ എന്നാണ്. ഇന്ന് സഭ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് ഇതിനോട് ആർക്കും വലിയ താല്പര്യമില്ലെന്ന്. ഞാൻ ഈ പ്രസംഗിക്കുന്ന വേദപുസ്തകത്തോടോ, ഞാൻ പ്രസംഗിക്കുന്ന കൃപയുടെ സുവിശേഷത്തോടോ, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷ സത്യങ്ങളോടോ ഒന്നും താല്പര്യമില്ലാതെ ആകുന്ന ഒരവസ്ഥ. ഒരുപാട് കോട്ടിങ്സ് ഒക്കെ കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഡിക്ഷണറി മീനിങ് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഓർ കൺസേൺ. അതൊരു ചലഞ്ചല്ലേ? എൻ്റെ ഓർമ്മയിൽ ഐ എം 51 years old now. ഞാൻ വളർന്നു വന്ന നാട്ടിലെ സഭ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ സൺഡേ സ്കൂളും പഠിച്ച് യൂത്ത് മീറ്റിങ്ങുകളും ഒക്കെ നടത്തി വളർന്നു വന്ന സഭ. അതേ സഭ ഇന്നും ആ ദേശത്തുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മെമ്പർഷിപ്പ് ഇന്ന് ചർച്ചിനുണ്ട്. നാച്ചുറലി സഭ വളർന്നു എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ സത്യം പറയാമല്ലോ, അവധിക്ക് പോയാൽ അവിടെ ഒരു സഹായം കൂടാൻ സന്തോഷമില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഞാൻ എൻ്റെ ലോക്കൽ സഭയിൽ ഒരു ആരാധന കൂടിയിട്ട് വർഷങ്ങളായി. 2 കാരണമുണ്ട്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ താല്പര്യക്കുറവ്, ഒരപ്പതി. 2, ശുശ്രൂഷകനായതുകൊണ്ട് നാട്ടിൽ ചെല്ലുന്ന ഒരാഴ്ച വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോകും. എന്താ താല്പര്യക്കുറവിന് കാരണം? എനിക്കുണ്ടായ താല്പര്യക്കുറവല്ല.
കാരണം ഞാൻ ശുശ്രൂഷിക്കുന്ന ഈ നാട്ടിലെ സഭ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ചർച്ച, 365 ദിവസവും പ്രോഗ്രാമുള്ളൊരു ചർച്ച എൻ്റെ ചർച്ച. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നാട്ടിൽ ചെല്ലുമ്പം ആ സന്തോഷം എനിക്ക് കിട്ടുന്നില്ല. കാരണം എൻ്റെ ലോക്കൽ ചർച്ചിലെ ആൾക്കാർക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കുടുംബ പ്രാർത്ഥന വെച്ചാൽ വൈകിട്ട് 6-ന് തുടങ്ങി 7:30-ക്ക് തീർക്കണമെന്ന് പാസ്റ്റർ പറയും. കാരണം അല്ലെ ആരെയും കിട്ടത്തില്ലെന്ന് പറയും. 7:30-ക്ക് ശേഷം എന്തൊക്കെ പരിപാടിയെന്ന് അറിയത്തില്ല, പക്ഷെ ആരെയും കിട്ടത്തില്ല. അപ്പതി, നിങ്ങൾ നോട്ട് ചെയ്യുക, അപ്പതി, താല്പര്യക്കുറവ്, ഇതിനോടുള്ള വലിയ ഇൻട്രസ്റ്റ് കുറഞ്ഞു പോയിരിക്കുന്നു. ഈ വിശ്വാസത്തോടും വിശ്വാസ ജീവിതത്തോടും ഒക്കെയുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയോ കുറഞ്ഞു പോയിരിക്കുന്നു. ദേ ആർ നോട്ട് മോർ ഇൻട്രസ്റ്റഡ്. അടുത്ത പോയിന്റ്, സഭ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിൽ ഒന്ന് ന്യൂ ഏജ് ഇൻഫിൽട്രേഷൻ. ന്യൂ ഏജ് ഇൻഫിൽട്രേഷൻ. എന്താണ് ഈ ന്യൂ ഏജ്? ന്യൂ ഏജ് എന്ന് പറയുന്നത് അത്ര വലിയ ന്യൂ ഒന്നും അല്ല കേട്ടോ. ന്യൂ ഏജ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് ഏജ് പരിപാടിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Actually, the New Age movement is not new. It is simply the resurgence of ancient occultic practices mixed with European pantheism, in particular Hinduism, in a recipe tailored specifically to feed the spiritual hunger of Western secularized man. ഈ ന്യൂ ഏജ് എന്ന് പറയുന്നത് ന്യൂ ഏജ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു സെക്യുലർ വേൾഡ്, പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡ് എന്ന് പറയുന്നത് ഇന്ന് നമ്മളായിരിക്കുന്ന ഒരു സെക്യുലർ വേൾഡാണ്. അവർക്ക് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ഗോസ്പൽ പോരാ, എന്തൊക്കെയോ അതിനകത്ത് ചേർത്ത് കൊടുത്താൽ വലിയ തൃപ്തിയാകും. അപ്പോൾ അതിനകത്തേക്ക് ഒരല്പം ഫാറ്റലിസവും ഫെയ്ത്ത് തിയോളജിയും അല്പം പ്രവൃത്തിയും കർമ്മവും എല്ലാം കൂടെ ചേർത്ത് ഒരു പരുവത്തിൽ മനുഷ്യൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനമാണ് ഈ ന്യൂ ഏജ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻഫിൽട്രേഷൻ നമ്മുടെ സഭയിൽ ഒരുപാടുണ്ട്. വളരെ ചിന്തിക്കണം. ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന ഈ സബ്ജക്റ്റ് എനിക്ക് തോന്നുന്നു ഇനി നിങ്ങൾ കുറച്ചുകൂടെ കഴിഞ്ഞ് ചിന്തിച്ചാലും മതി. വളരെ ശാന്തമായിട്ട് ഇരുന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് ചിന്തിച്ചാൽ ഇതൊക്കെ സത്യമാണെന്നും ഇതിനകത്ത് നിന്ന് വെളിയിൽ വരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉരുവായി തുടങ്ങും. അതുകൊണ്ടാണ് സമയമില്ല, അതുകൊണ്ട് എഴുതിയെടുത്തോളാൻ പറഞ്ഞു. ഇറ്റ്സ് എ ന്യൂ ഏജ് ഇൻഫിൽട്രേഷൻ. സഭ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ചസ് ആണ് ന്യൂ ഏജ് ഇൻഫിൽട്രേഷൻ. മൂന്നാമത്തെ ചലഞ്ച് മിനിസ്റ്റീരിയൽ ഡിമാൻഡ്സ് ആണ്. ചേഞ്ചിങ് മിനിസ്റ്റീരിയൽ ഡിമാൻഡ്സ്. സഭ ഫേസ് ചെയ്യുന്ന അടുത്തൊരു ചലഞ്ചാണ് ചേഞ്ചിങ് മിനിസ്റ്റീരിയൽ ഡിമാൻഡ്സ്. പുതുതായി ആരംഭിക്കുന്ന ഓരോ സഭയും 20 വർഷം കഴിയുമ്പോൾ അടച്ചുപൂട്ടുന്നു. ദാറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്സ്. വേൾഡ് ചർച്ചസിനെ കുറിച്ച് പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് പറയുക, ഒരു വലിയ ആരംഭശൂരത്വം ചില മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുന്നത് സംഭവിക്കുന്നുണ്ടെങ്കിലും 20 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. They cease to exist. എന്താ കാര്യം? സമൂഹത്തിന് ആവശ്യപ്പെടുന്നത് ഡിമാൻഡ് ചെയ്യുന്നത് കൊടുക്കാൻ കഴിവുള്ള ശുശ്രൂഷകന്മാരില്ല. ഇറ്റ്സ് എ ഫാക്ട്. ഞാൻ കുറേ വർഷം ഇംഗ്ലണ്ടിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഒരു സഭയിൽ പാസ്റ്ററായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു ആനുവൽ കൺവെൻഷൻ നടത്തിയപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ മൈനോറിറ്റി ആൻഡ് ഇക്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, ഒരു പാകിസ്ഥാനി ഒറിജിൻ പ്രൊഫസർ ചൗധരി, ഷഫീഖ് ചൗധരിയെ ഗസ്റ്റ് സ്പീക്കറായിട്ട് ഞാൻ ക്ഷണിക്കുകയുണ്ടായി. വി വർ വെരി ഗുഡ് ഫ്രണ്ട്സ്. അന്ന് അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു ചോദ്യം അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കാതിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, ഇഫ് യു ഹാപ്പൻ ടു സീസ് ഓർ സ്റ്റോപ്പ് യുവർ സർവീസസ് ഫ്രം നെക്സ്റ്റ് സൺഡേ, do you think it is going to make any changes in the society, any impact on this society? എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധനയും പ്രാർത്ഥനയും അടുത്ത ആഴ്ച നിന്നുപോയാൽ നിങ്ങളുടെ ആരാധന നിൽക്കുന്നത് കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാൻ കഴിയുമോ? Is it not a question to be think? നമ്മുടെ ആരാധന ഹാൾ നമ്പർ 1-ൽ നടക്കുന്ന ആരാധന നിർത്തിയാൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഹാൾ നമ്പർ 4-ൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം. പക്ഷേ ഷാർജയിലെ കമ്മ്യൂണിറ്റിയിൽ അതെന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ മിനിസ്റ്റേഴ്സിന് സൊസൈറ്റി ആവശ്യപ്പെടുന്ന ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആർ അവർ പാസ്റ്റേഴ്സ് കേപ്പബിൾ ഇനഫ് ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് ദ സൊസൈറ്റി? ശുശ്രൂഷകന്മാരെ ഞാൻ താഴ്ത്തി സംസാരിക്കുന്നുവെന്ന് ദയവായി ചിന്തിക്കരുത്. ഞാനും നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ആൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ സൊസൈറ്റി, സമൂഹത്തിൻ്റെ ആവശ്യം അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നമ്മുടെ വല്ലതും ഉണ്ടോ? എഴുതപ്പെട്ട പ്രസംഗക്കുറിപ്പുകളെ ആശ്രയിച്ച് പ്രസംഗിക്കുന്നവർ 10 പ്രാവശ്യം ചിന്തിക്കണം. സ്വന്തമായിട്ട് എഴുതിയ പ്രസംഗക്കുറിപ്പ് വെക്കണം പ്രസംഗിക്കാൻ, പക്ഷേ വല്ലവരും എഴുതിയ കുറിപ്പ് അതാണ് നമ്മുടെ ആശ്രയമെങ്കിൽ സമൂഹം നിന്നെ വിട്ടുപോകുന്ന ഒരു നാൾ വരും. ദാറ്റ് ഇസ് എ ചലഞ്ച്. മിനിസ്റ്റീരിയൽ ഡിമാൻഡ്സ്, ചേഞ്ചിങ് മിനിസ്റ്റീരിയൽ ഡിമാൻഡ്സ്, ദാറ്റ് ഇസ് അനദർ ചലഞ്ച്. അടുത്ത പോയിന്റ്, യൂത്ത് എക്സോഡസ്. യൂത്ത് എക്സോഡസ് എന്ന് പറഞ്ഞ ആ പദം ഞാൻ കടമെടുത്തതാണ് കേട്ടോ. നമ്മുടെ സഭയിൽ നിന്ന് ചെറുപ്പക്കാർ വിട്ടുപോവുക. ശരിയല്ലേ? ശരിയല്ലേ? 12ാം ക്ലാസ് വരെ, ഇവ ഗൾഫിലുള്ള സഭയുടെ കാര്യം ഞാൻ പറയാം, 12ാം ക്ലാസ് വരെ മിക്കവാറും പിള്ളേരൊക്കെ ഇവിടെ തന്നെ ആയിരിക്കും. അപ്പനും അമ്മയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ 12ാം ക്ലാസ് വരെ അവരിവിടെ കാണും. അവർ ചർച്ചിലെ വളരെ ആക്റ്റീവ് മെമ്പേഴ്സ് ആയിരിക്കും, നന്നായി പാടും, പ്രസംഗിക്കും. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവനും ഇവളും ഒക്കെ ഒരു പോക്കുണ്ട് പ്രൈസിൽ. പിന്നെ ഇവരെ തിരിച്ച് സഭയിലോട്ട് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ യൂത്ത് എവിടെയാ? Where are they now? പിള്ളേർ പഠിക്കാൻ പോകുന്നിടത്ത് കൂട്ടായ്മ ഉണ്ടോ? അവർ പോകുന്ന ചർച്ച് നേരെ ചൊവ്വേ ഉപദേശം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ചർച്ചാണോ? അന്വേഷിക്കാറുണ്ടോ? ബാംഗ്ലൂരിലോ ചെന്നൈയിലോ മറ്റ് വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ആയിരിക്കാം. നല്ല കാര്യം, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, അവർ നന്നാവണം. ബട്ട് ആർ ദേ അറ്റൻഡിങ് എ ഹെൽത്തി ചർച്ച്? യൗവനക്കാർ കൊഴിഞ്ഞു പോകുന്നത് സഭ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിലൊന്നാണ്. യൗവനക്കാരുടെ കൊഴിഞ്ഞു പോക്ക്, അവർക്ക് മടങ്ങി വരുവാൻ പിന്നീട് താല്പര്യമുണ്ടാകുന്നില്ല. സമയമില്ല, പെട്ടെന്ന് പോട്ടെ. അടുത്ത പോയിന്റ് നോട്ട് ചെയ്യാം. ആൻറ്റി ഇൻ്റലക്ച്വലിസം. ആൻറ്റി ഇൻ്റലക്ച്വലിസം ഈസ് എ ചലഞ്ച് ഫേസ്ഡ് ബൈ ദ ചർച്ച് ടുഡേ. സഭ ഇന്ന് ഫേസ് ചെയ്യുന്ന ചലഞ്ചസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആൻറ്റി ഇൻ്റലക്ച്വലിസം. ഞാൻ ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വചനം പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു സ്കോളാസ്റ്റിക് സ്റ്റഡി എന്ന് തന്നെ പറയാം, വളരെ ആഴമായി അറിവ് തേടി പോകുന്ന ഒരു ശുശ്രൂഷകനെയോ അല്ലെങ്കിൽ സുവിശേഷകനെയോ ഉള്ള സഭയ്ക്ക് വലിയ ആവശ്യമില്ല. അങ്ങനെയല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. മെജോറിറ്റി ഓഫ് ദ ചർച്ച്, പാസ്റ്റർ രവി എന്നോട് പറഞ്ഞായിരുന്നു ഇംഗ്ലീഷും മലയാളവും കൂടെ മിക്സ് ചെയ്യണമെന്ന്. പക്ഷേ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് സ്വത്രം മലയാളത്തിൽ തന്നെ. എൻ്റെ നോട്ട്സ് മുഴുവൻ ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ഞാൻ ഇതിൻ്റെ പ്രധാന ഭാഗം പുറക്കിയെടുത്ത് നിങ്ങളോട് മലയാളത്തിൽ പറയാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു സ്കോളാസ്റ്റിക് സ്റ്റഡിയോട് വലിയ താല്പര്യമില്ല. ദൈവം തരുന്ന ദൂത് കേൾക്കാനാണ് ഇഷ്ടം, അല്ലേ? ദൂത് തരുന്നത് ദൈവമാണ്. എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയമുള്ള ആളല്ല. ദൂത് തരുന്നത് ദൈവം തന്നെയാണ്. പക്ഷേ എഴുന്നേറ്റ് നിൽക്കുമ്പം കിട്ടുന്ന ദൂതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. ആഴ്ചയിൽ ഒരിക്കൽ ആറ്റുനോറ്റിരുന്ന് 150 പേര് കൂടുന്ന ഒരു സഭായോഗത്തിൽ പ്രസംഗിക്കാൻ ഒരു ഉപദേശി കുറഞ്ഞ വർഷം ഒരു 5-6 മണിക്കൂറേലും ചിലവാക്കിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ലേ? പക്ഷെ നമ്മൾ നമ്മുടെ കൺവീനിയൻസിനെ ഒന്ന് ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി
ആൻറ്റി ഇൻ്റലക്ച്വൽസ് ആയിട്ട് അങ്ങ് മാറുക. ഗ്രീക്ക് പഠിക്കാൻ പോയ ആ ഉദ്ദേശിയെ കളിയാക്കുന്ന ബന്ധക്കോസുകാരൻ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രസംഗത്തിനിടയ്ക്ക് എബ്രായ പദങ്ങളുടെ ഉപയോഗം ധാരാളം ഉണ്ടാകുകയും അതിനെ വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്താൽ അംഗീകരിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ ബുദ്ധിപരമായി ബൗദ്ധികമായി ആഴത്തിലുള്ളൊരു അറിവ് സഭയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. സഭ നേരിടുന്ന വെല്ലുവിളികളിലൊന്നായത്. നമ്മളൊന്ന് സ്വയമായിട്ടൊന്ന് ചിന്തിക്കണം കേട്ടോ. നന്നായിട്ട് വേദപുസ്തകം അറിയാവുന്ന എത്ര വിശ്വാസികൾ ഇനി സഭയിൽ അവശേഷിച്ചിട്ടുണ്ട്? വേദപുസ്തകം നന്നായി പറയാനറിയാവുന്ന എത്ര വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, ഞാൻ മദ്രാസിൽ ഒരു ചർച്ചിൽ ചെന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അവിടുത്തെ ഒരു വിശ്വാസി മീറ്റിംഗ് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇന്ന് പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളുടെ ഓവർസിയർ വന്ന് പ്രസംഗിച്ചതിന് വിരുദ്ധമാണെന്ന് പറഞ്ഞു. ഇന്ന് വായിച്ച വാക്യം വായിച്ചിട്ട് ഞങ്ങളുടെ ഓവർസിയർ കുറച്ച് നാൾ മുമ്പ് വന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചതിന് വിരുദ്ധമായിട്ടാണ് പാസ്റ്റർ പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞത് എൻ്റെ കുഴപ്പമല്ല, വചനത്തിൻ്റെയും കുഴപ്പമല്ല. പ്രൈസ് ലോ, കുഴപ്പം വേറെ എവിടെയോ ആണ്. എനിക്ക് വലിയ സന്തോഷം തോന്നിയെന്നാണെന്നറിയോ? 4 മാസം മുമ്പ് കേട്ട പ്രസംഗം ഇപ്പോഴും ഓർത്തിരുന്ന് വേറൊരാൾ പ്രസംഗിക്കുമ്പം താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു വിശ്വാസി അതിനകത്തുണ്ടല്ലോ. ആൻഡ് ദാറ്റ് ഈസ് എ പ്രോമിസിങ് ചർച്ച്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആൻറ്റി ഇൻ്റലക്ച്വലിസം നമ്മൾ വളരെ വളരെ ശ്രദ്ധിച്ച് ആ വിഷയം കൈകാര്യം ചെയ്യണം. നമ്മുടെ ഇടയിൽ പണ്ഡിതന്മാരുണ്ടാവട്ടെ. അംഗീകരിക്കുന്നോ? നമ്മുടെ ഇടയിൽ പണ്ഡിതന്മാരുണ്ടാവട്ടെ. സഭയിൽ എല്ലാ ഓഫീസസും ഒരുപോലെ മിനിസ്റ്റർ ചെയ്യുന്ന ഒരു കാലം വരണം. വാളെടുക്കുന്ന മുഴുവൻ ഉദ്ദേശി പാസ്റ്റർ എന്നുള്ള ടൈറ്റിൽ ഉപയോഗിക്കുന്നത് മാറുന്ന ഒരു കാലം വരണം. സുവിശേഷകൻ സുവിശേഷകനായും അധ്യാപകൻ അധ്യാപകനായും ഒരേ സഭയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കാലം വരണം. അതാണ് ഹെൽത്തി ചർച്ച് എന്ന് പറയുന്നത്. ആമേൻ. ആൻറ്റി ഇൻ്റലക്ച്വൽസിനെതിരെ നാം ഉണർവുള്ളവരായിരിക്കണം. അടുത്തതെന്ന് പറയുന്നത് സിനർട്ടിസം എന്ന് പറയും. സിനർട്ടിസം എന്ന് പറഞ്ഞാൽ ഈസ് ദ ബ്ലെൻഡിങ് ഓഫ് മൾട്ടിപ്പിൾ റിലീജിയസ് തോട്ട്സ് ടുഗദർ. പല മതങ്ങളുടെ ചിന്ത ഒരുമിച്ച് അങ്ങോട്ട് ഇട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയാണ്. പല മതങ്ങൾ പഠിപ്പിക്കുന്ന ചിന്ത ഒരുമിച്ച് കൊടുക്കുക. വിധിയിൽ വിശ്വസിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിധി ഉണ്ടോ? എനിക്കറിയാം നിങ്ങൾ പലപ്പോഴും ഇത് കേട്ടാലും ശ്രദ്ധിക്കാറില്ല. വല്ലപ്പോഴുമൊക്കെ നമ്മളുമൊക്കെ അറിയാതെ പറയാറുണ്ട്, അതെൻ്റെ വിധിയാണെന്ന് പറയാറുണ്ട്, അതല്ലെങ്കിൽ അവൻ്റെ വിധിയാണെന്ന് പറയാറുണ്ട്. ഹലോ, ഈ വിധിയും കൃപയും തമ്മിൽ ഒരു ബന്ധവും കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളിങ്ങനെ പൊക്കിപ്പിടിച്ച് പറയുന്ന വിധിയും കൃപയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. മൾട്ടിപ്പിൾ റിലീജിയസ് തോട്ട്സ് നമ്മളറിയാതെ സഭയ്ക്കകത്ത് കടന്നുവിടുക സഭ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിലൊന്നാണ്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സമയമില്ല, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് സമയം കൊടുക്കുന്നുണ്ടെങ്കിൽ പോവാം. പ്രൈസ് ദി ലോർഡ്. അടുത്ത പോയിന്റ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ലാക്ക് ഓഫ് ട്രെയിൻഡ് എംപവേർഡ് അപ്പോളജറ്റിക് ലീഡേഴ്സ്. Lack of trained, empowered apologetic leaders. എനിക്ക് തോന്നുന്നു ഈ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിനെ കുറിച്ച് കാര്യമായി പഠിപ്പിക്കുന്ന ഒരു ജോൺസൺ സി ഡാനിയൽ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. വേറൊരു പേര് ആ ഫീൽഡിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ജോൺസൺ സി ഫിലിപ്പ്.